നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിന് ശേഷമുള്ള ഹൂലിയൻ ആൽവരസിന്റെ മിന്നും പ്രകടനം തുടരുകയാണ്. അദ്ദേഹം ഇന്നലെയും 2 ഗോളുകൾ അടിക്കുകയുണ്ടായി. 4-2 അത്ലറ്റിക്കോ മാഡ്രിഡ് വല്ലഡോയിഡിനെ പരാജയപ്പെടുത്തി. അതിൽ 2 പെനാൽറ്റി ഗോളുകളാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹത്തിന്റെ പെനാൽറ്റി ഗോളുകൾക്ക് ശേഷം ഇങ്ങനെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഡിയേഗോ സിബയോണി. അത് ആദ്യ പെനാൽറ്റിക്ക് ശേഷം കാണിക്കുമ്പോൾ അതിനർത്ഥം അന്നത്തെ ആ ഡബിൾ ടച്ചിനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഒന്ന് ട്രോളിയതാണ്. ഏതായാലും പിന്നെ ഹൂലിയാനോ സിമിയോണിയും സൊർലോത്തും ഒക്കെ ഗോൾ അടിച്ചു. 4-2 വിജയം അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോഴും ലാലിഗയിലെ കിരീട പോരാട്ടത്തിൽ തങ്ങളും ഒരു കണ്ടന്റേഴ്സ് ആണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. 31 കളികളിൽ നിന്ന് 63 പോയിന്റുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 66 പോയിന്റുള്ള റയൽ മാഡ്രിഡ് 2-ാമതും 70 പോയിന്റുള്ള ബാഴ്സലോണ 1-ാം സ്ഥാനത്തുമാണ്. ബാഴ്സയ്ക്ക് തന്നെയാണ് വലിയ അഡ്വാൻറ്റേജ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ ഹുലിയൻ ആൽവരസ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരങ്ങേറ്റ സീസണിൽ ആന്റോയിൻ ഗ്രീസ്മാനും ലൂയിസ് സുവാരസും ഒക്കെ നേടിയ ഗോളുകളേക്കാൾ കൂടുതൽ ഗോളുകളിലേക്ക് ഇപ്പോൾ ഹുലിയൻ ആൽവരസ് പോയിരിക്കുന്നു. 26 ഗോളുകളായി അദ്ദേഹം ഈ സീസണിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട്. 2014-15 സീസണിൽ തന്റെ അരങ്ങേറ്റ സീസണിൽ ഗ്രീസി അടിച്ചത് 25 ഗോളുകളായിരുന്നു. 2020-21 സീസണിൽ അത്ലറ്റിക്കോ ആയിട്ടുള്ള തന്റെ അരങ്ങേറ്റ സീസണിൽ സുവാരസ് അടിച്ചത് 21 ഗോളുകളായിരുന്നു. ഇനി നോക്കുക, ഡെബ്യൂ സീസണിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടിയ ഒരേ ഒരു താരമേ ഉള്ളൂ. അത് റഡമൽ ഫാൽക്കോവയാണ്. 36 ഗോളുകളാണ്. അതിലേക്ക് എത്താൻ ഹുലിയൻ ആൽവരസിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഫോർലാനും അലോൺസോയും ഒക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് പുറകിലായി. ഗ്രീസി, ഫോർലാൻ, അലോൺസോ, സുവാരസ് എല്ലാവരും പുറകിലാണ്. ഡിയേഗോ ഫോർലാൻ തന്റെ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ടുള്ള അരങ്ങേറ്റ സീസണിൽ 22 ഗോളുകളാണ് നേടിയത്. ഡിയേഗോ അലോൺസോ ആവട്ടെ 22 ഗോളുകൾ നേടിയിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.